ഹലോ എടി നീ എത്താറായാ? ആ വേഗം വാട്ടോ, ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം കേട്ടോ. ആ പിന്നുണ്ടല്ലോ, അധികം നേരം അവിടെ ഇവിടെ ഒന്ന് കറങ്ങി നടക്കാണ്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വേഗം വന്നോ കേട്ടോ. ഭക്ഷണമൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വെറുതെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വെറുതെ വയറിനൊന്നും കേടുവരുത്തണ്ട. ആ ആ നന്ദു വരുന്നു വിളിച്ചേ. എത്തിയോ? ആ അതെ, അപ്പുറത്തെ സ്റ്റോപ്പിൽ എത്തിയായിരുന്നു. ഇപ്പം വരും. ഓട്ടോ ഒക്കെ പിടിച്ചു വേണേ വരാൻ പറ, വഴി അറിയാത്ത സ്ഥലമല്ലേ. നടക്കാനുള്ള ദൂരമുള്ള ചേട്ടാ, ഞാൻ പറഞ്ഞു അവളോട് നടക്കാം. ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, ഒത്തിരി വലുതായില്ലേ. പോയിട്ട് വരാം. നിങ്ങളോട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പറയാൻ വിചാരിച്ചായിരുന്നു. എന്റെ നന്ദുമോള് വരുന്ന കുറെ കാലമായിട്ട്. അവരെങ്ങാനും ഈ വീട്ടിലെങ്ങനെ കയറിയിട്ട് നിങ്ങളുടെ ഞാൻ പറയില്ല മുട്ടുകാലല്ലേ. അവരെവിടെ കിടക്കുന്നു, നമ്മുടെ വീട് എവിടെ ഇരിക്കുന്നു? അവരിവിടെ വന്ന് എന്നാ കാണിക്കാൻ? അവര് സിനിമയ്ക്ക് കഥ എഴുതാൻ വന്ന പിള്ളേരല്ലേ, അവരെവിടെ മേളിലല്ലേ. ഈ സിനിമക്കാരെ കഥയൊക്കെ ഞാൻ കുറെ കേട്ടുള്ളതാ, ഞാൻ പറയില്ല. നീ ചുമ്മാ ഈ കാണാത്ത കാര്യമൊക്കെ ആവശ്യമില്ലാത്തത് പറയാതെ. നമ്മുടെ കൊച്ചു നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ പോകുന്നത് നമ്മളതിനെ നോക്കിയാൽ പോരെ. നമ്മൾ എന്തിനാ വെല്ലോനെ നോക്കുന്നത്? എന്റെ കൊച്ചിനെ നോക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ. വെറുതെ നിങ്ങൾ വല്ല അനാവശ്യം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ. ഈ ഒരു സ്വഭാവം മാറ്റിയാലേ നമ്മുടെ ജീവിതം സന്തോഷമാവത്തുള്ളൂ. നീ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്റെ സ്വഭാവം മാറ്റണല്ലേ? ഇപ്പൊ എന്റെ സ്വഭാവം മാറ്റണല്ലേ? നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതിന് കിടന്ന് റിയാക്ട് ചെയ്യുന്ന കുഴപ്പമില്ലേ? അതെ, എന്റെ മോള് കുറെ കാലമായിട്ട് വരികയാണ്. അവൾക്ക് എങ്ങാനും വല്ല ബേഡായിട്ടുള്ള വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മമാരോട് വേണം സൂക്ഷിക്കണം. നിങ്ങൾ ഇതുപോലെ ഇരിക്കില്ല. നിങ്ങളായിരിക്കും ഞാൻ തട്ടാൻ പോണോ കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, കടയിൽ പോയിട്ട് എന്തുവാ മേടിക്കണ്ടേ? മേടിക്കാനുള്ളത് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഫോട്ടോ എന്നാ മേടിക്കാനുള്ളത്? അതെ നിങ്ങളെ ഓർത്ത് വെച്ചോ, ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. ആരുന്ന് ഭദ്രേ താപസ കന്നി ആശ്രമ. അല്ലോ മോളെ, എന്താണ് രാവിലെ തന്നെ മുണ്ട് നോക്കി കാണിക്കുന്നേ? മുണ്ട് നോക്കി കാണിച്ചതല്ല, പിന്നെ മോളെ കണ്ടപ്പോ ഒരു ബഹുമാനത്തെ സുപ്രഭാതം പറയാൻ വന്നു. എടോ, ഒരു സ്ത്രീയുള്ള വീടാ ഇത്, കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം കേട്ടോ. നോം ആ ഒരു കാര്യത്തിൽ ക്യാമനാണ്. അടക്കും ഒതുക്കും നമ്മളിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്ക് കൊള്ളാം. എന്തിനാ മോളെ ഇതൊക്കെ കഴിക്കുന്ന, വയറ് കേടാക്കുന്നത്? മാമനോട് പറഞ്ഞാൽ മാമൻ നല്ല പ്രാതലുണ്ടാക്കി. നമുക്ക് പ്രാതല് എന്താ വേണ്ട? ഭ്രാന്തനോ? പ്രാതല് മെനു കാണിക്കും. അയ്യേ, അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ. നോം അങ്ങനത്തെ സാധനങ്ങൾ വക ഉണ്ടാക്കാറില്ല. അയ്യേ, താൻ കള്ള് ഷാപ്പിലെ കുക്കായിരുന്നോ? എടോ, മെനു എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന്റെ. അങ്ങനെ നമുക്ക് രാവിലെ എന്തൊക്കെ വേണം? വട വേണ്ട. ഉഴുന്ന് വട. അയ്യേ വേണ്ട. സാമ്പാർ വട. വേണ്ട. രസവട. എടോ, എനിക്ക് വട വേണ്ട. ഇയാൾക്ക് വട മാത്രമേ അറിയുള്ളൂ. വന്ന അന്നോട്ട് വട 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 എന്ന് പറയണ്ടല്ലോ. വേണ്ടെങ്കിൽ വേണ്ട, അടുത്തേൽ പിടിക്കാം. തൈര് സാദം, മോര് സാദം, ലെമൺ സാദം, സാമ്പാർ സാദം. എടോ, രാവിലെ എന്റെ മൂഡ് കളയല്ലേ. എനിക്ക് എന്തേലും കഴിക്കണം എന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. മനുഷ്യന്മാര് കഴിക്കണ എന്തേലും സാധനം പറ. നമുക്ക് സൗത്ത് ഇന്ത്യൻ പിടിച്ചാലോ? എടോ, താൻ ലാഗ് കഴിപ്പിക്കല്ലേ. ഒരു പുട്ട് മതി എനിക്ക്, പുട്ട്. ഹൈ, നമുക്കിഷ്ടമല്ല ഈ പിന്നിന്ന് കുത്തുന്ന സാധനം, നമുക്കിഷ്ടമല്ല. എനിക്ക് പുട്ട് മതി. ഞാൻ പറയുന്ന സാധനം ഉണ്ടാക്കി തരണം, നമുക്ക് മനസ്സിലായോ? ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? ഇഡലി ഉണ്ടാക്കിയ തന്റെ ഉടല് കാണത്തില്ല. ഓടോ, പോയി പുട്ടുണ്ടാക്ക്. പുട്ടിന്റെ ഒരു 2 വട എടുത്താലോ? എടോ, അല്ല അതെങ്കിൽ അത്. ഇതേതായി പുതിയ താരം? ഇതേതാ എന്റെ വീട്ടില് പുതിയൊരു മാരണം? സുബുന് ഭാര്യയാണോ? സുബു? ഏത് സുബു? എനിക്കറിയില്ല. അല്ല കുട്ടി, സുബു എവിടെ? സുബു ഇവിടെ പോയി കിടക്കണം. എടോ ഇയാളുടെ എടോ നളിനാക്ഷോ. ഞാൻ പറയുന്നവരങ്ങ് അഭിനയിച്ചാൽ കട്ടൊക്കെ ഞാൻ വിളിച്ചോളാന്ന്. ഇയാളെ കൊണ്ടേ. നളിനാക്ഷോ, എടോ എണീക്കടോ. എന്തോ ഉറക്കാടോ ഇത്? അല്ല, ഉറങ്ങുമ്പോ ഞാനിങ്ങനെ നന്നായിട്ട് ഉറങ്ങാറുണ്ട്. ആണോ?
എന്താ പ്രശ്നം എന്നാ? അല്ല എത്ര നേരായി തന്നെ ഞാൻ കാറിക്കൂവി വിളിച്ചോണ്ടിരിക്കണ, എന്റെ തൊണ്ട പൊട്ടി. എന്റെ അമ്മ. അല്ല അതിന് മാത്രം ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങൂല്ലേ? എടോ എന്റെ സുബുനെ കാണാനില്ല. തന്റെ കൂടെയല്ലേ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നേ അവിടെ? എന്റെ കൂടെ ആയിരുന്നു രാത്രി. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അവനെ ചെന്ന് നോക്ക്. എടോ ഇവിടെ എവിടെ ഇല്ലാത്തോണ്ടല്ലേ തന്നോട് ഞാൻ വന്ന് ചോദിക്കണത്. അവൻ ഇന്നലെ അല്ല അവൻ ഇന്നലെ രാത്രി ഒരു പ്രൊഡ്യൂസറിന്റെ കാര്യം പറയാനുണ്ടായിരുന്നു, കഥ പറയാൻ പോണോന്നേ. അത് പ്രൊഡ്യൂസറിന്റെ ആരെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞായിരുന്നു. അതെങ്ങനെ ശരിയാവും? നിന്നോട് മാത്രം പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിന്റെ അടുത്തോട് അപ്പൊ ഞാൻ അറിയണ്ടേ? അല്ല എന്താണല്ലോ അങ്ങനെ പോന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്. പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടിയുള്ള പ്ലാൻ ആണല്ലേ? ഇല്ല. എനിക്കെതിരെ? എന്ത്? അല്ല നായിക സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കണം, അതിനല്ലേ ഞാൻ അറിയാണ്ട് ഇപ്പൊ പോയിരിക്കുന്നത്. അവൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തില്ല. പിന്നെ ശോഭനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് വേറൊരാള്. എടോ വെറുതെ തള്ളല്ലേ, ശോഭനെ കഴിഞ്ഞിട്ടുള്ളൂ വേറൊരാള്. എടോ അയാൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകില്ലായിരുന്നോ? ഇതിപ്പോ പ്രൊഡ്യൂസറിനെ കാണാൻ പോകുന്നത് ഞാൻ അറിയരുത്, എന്നിട്ട് വേറെ നായികേനെ വെക്കണം. ആ എനിക്ക് മനസ്സിലാവും. മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലേ? മൊബൈലിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അതെ, എന്നെ എങ്ങാനും നായിക സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ രണ്ടാളും ആലോചിച്ചാലുണ്ടല്ലോ. ആലോചിക്കൂല. രണ്ടിനെ ഞാൻ ഇവിടെ സമാധിയാക്കിയിട്ട് മാധ്യമങ്ങൾ ഇവിടെ ഞാൻ നിരത്തും. ഞാൻ മനസ്സിലായിട്ടില്ല എന്നെ. അതെന്റെ മൊബൈലാ, തന്നേക്കോ. ശരിടാ, അവനപ്പ ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിലെത്തിയില്ലേ? വല്ല കാട്ടിലെ പറമ്പിലെ പോയി കിടക്കുവാണെന്ന് അറിയത്തില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? എന്നത് മറ്റേ കാര്യം என்ன மட்டேது இவனுங்க பிரச்சனை நீ இது வரைக்கும் புடலையா? இதுவே தான் பேசிட்டு இருக்கியா இப்பயும்? വീണ്ടും തുടങ്ങി തമിഴ്. தமிழா இங்க பிரச்சனை பிரச்சனை என்னன்றத பேசுவோமே. ഞാനുണ്ടല്ലോ നിങ്ങളോട് പറയാം, മോളത്തെ അമ്മമാരുടെ കാര്യം ഞാൻ ഇപ്പോഴും പറയണം. മോള് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ. അവൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായ കേട്ടല്ലോ? അവളെ ആരെന്ത് ഉപദ്രവിക്കാനാ? അവളോട് പറ, അവളോ പോയി അവരെ ആരും ഉപദ്രവിക്കല്ലെന്ന്. ഞാൻ എന്തായാലും അവളെ വിളിക്കട്ടെ കേട്ടല്ലോ? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടല്ലോ? മോളെ നന്ദു ഇവിടെ വന്നേ. ബേച്ചി ഇവിടെ ഇരിക്കടി. മോള് നന്നായി ക്ഷീണിച്ചു പോയല്ലോ. അതെ അതെ, നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണേട്ടാ. ചേച്ചിന് ദോശയും ഇഡ്ഡലിയും സാമ്പാറും ചിക്കനും മീനും ഒക്കെ ഉണ്ടാക്കി തരാം കേട്ടാ. ഉള്ള സ്ഥലം നമുക്ക് ശരീരമൊക്കെ നന്നാക്കാം കേട്ടാ. ആയിക്കോട്ടെ. പിന്നെ മോളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്താ ചേച്ചി? അതെ, മോളില് കുറച്ച് താമസക്കാർ വന്നിട്ടുണ്ട്. അവിടെ 2 ചേട്ടന്മാരുണ്ട്. ആ ഭാഗത്തേക്ക് എങ്ങനെ നോക്കി പോരുത് കേട്ടല്ലോ? പോയോടെ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. നിങ്ങൾ മിണ്ടാതിരുന്ന. ആ ചേട്ടന്മാര് ചിലപ്പോ കൈയും കലാശമൊക്കെ കാണിക്കും. മോള് അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടല്ലോ? ചേച്ചിയുടെ മോളല്ലേ, അതുപോലെ നിക്കണം മോള്. നല്ല വിനയമായിട്ട് നിക്കണം കേട്ടല്ലോ? അവിടേക്ക് എങ്ങനെ നോക്കിപ്പോയിന്ന് അങ്ങനെ ഞാൻ അറിഞ്ഞ കേട്ടല്ലോ? പിന്നെ അവിടെ ഒരു പെണ്ണുമ്പളുണ്ട്. ചേച്ചിട്ട് കൂട്ടുകൂട്ടിക്കോട്ടെ. കൂട്ടുകൂടിയുണ്ടല്ലോ. നല്ല കുച്ചല്ലേ? ഞാനിത് പറയട്ടെ. അപ്പൊ ഞാൻ പറയണ കേക്കണം. ആ പെണ്ണുമ്പിള്ള അങ്ങനെ പറയണ കേട്ടിട്ടുണ്ടേ കേട്ടല്ലോ? ഇല്ല ചേച്ചിക്ക് ഞാൻ കുറച്ച് നേരം ഉപദേശിക്കാം. നിങ്ങൾ ഉപദേശിക്കണ്ട മോളെ. എനിക്ക് ഞാൻ പറയട്ടെ. അതെ, എന്റെ ചേച്ചി പറയുന്ന പോലെ പ്രത്യേകിച്ച് അവരാരും കുഴപ്പക്കാരൊന്നുമല്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മളെ ഒന്ന് സൂക്ഷിക്കുക കേട്ടാ, അത്രേ ഉള്ളൂ. മുത്തണ്ണ പറഞ്ഞ കേട്ടല്ലോ? ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇവിടെ നിൽക്കുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഓട്ടൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സിൽ. അതെ, അടുത്ത ദിവസം ഇനി വരുമ്പോണ്ടല്ലോ ഇതേപോലത്തെ ഡ്രസ്സ് ഇടണ്ട കേട്ടല്ലോ? അയ്യോ ചേച്ചി, ഞാൻ സാരി എടുത്ത് വരാൻ പോയാ പിന്നെ കൈ കിട്ടിയത്. അതെ, ഞങ്ങളൊക്കെ ഇവിടെ കുറെ നാട്ടുകാരുണ്ട്. ആ നാട്ടുകാരെങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി കണ്ടിട്ടുണ്ടെങ്കിലോ, അപ്പൊ മര്യാദക്ക് അടുക്കള പോയിരുന്നോ. ഞാൻ ഇപ്പൊ ദോശ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരാം കേട്ടല്ലോ? ഞാൻ പോട്ടേച്ചി. നിങ്ങൾ അതിന്റെ കിടന്ന് എന്തിനും ഉപദേശിക്കാൻ നിൽക്കണേ? എനിക്ക് ഞാൻ അവിടെ പറഞ്ഞോണ്ടിരിക്കല്ലോ അവളോട്. അവൾ എന്നാ വിചാരിക്കും? ഞാൻ എന്റെ അടിമയാന്ന് വിചാരിക്കത്തില്ലേ? ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലല്ലേ. ഞാൻ അവളോട് തഞ്ചത്തിൽ കാര്യങ്ങൾ പറയാം. നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടി തമിഴ് കൊണ്ട് വന്നിരിക്കണം. ഏത് കാര്യം പറഞ്ഞാൽ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായാ പോരെ?
അതെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യണ്ടേ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴാ നീ പെട്ടെന്ന് അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടേ. എന്തൊക്കെയാലും വേണ്ടില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് വലുത് ഉപദേശിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലോ, കേട്ടല്ലോ. ഞാനേ നൻപനെ ഒന്ന് കണ്ടിട്ട് വരാം. എവിടേക്ക് നൻപനെയാ? മര്യാദയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ടോടോ. ദോശ ചമ്മന്തി ഉണ്ടാക്കണല്ലോ.